നമസ്കാരം. തിരുവനന്തപുരത്തിൻ്റെ ചില മേഖലകളിൽ ധാരാളമായി വലിയ ആഡംബര സൗകര്യങ്ങളോടുകൂടിയ കടകൾ വരുന്നു. വലിയ ആഡംബര വിളക്കുകൾ, ശീതീകരിച്ച കടകൾ. ഇത്തരം കടകൾ വരുന്നുണ്ട് എങ്കിലും മതിയായ രീതിയിലേക്ക് ഇവിടെ ഉപഭോക്താക്കൾ എത്തുന്നില്ല. അല്ലെങ്കിൽ വളരെയധികം ശൂന്യമായി തന്നെയായിരിക്കും ഈ കടകൾ രാവിലെ മുതൽ രാത്രി വരെയും കിടക്കുന്നത്. പക്ഷേ ദിനം പ്രതിയൊന്നോണം പുതിയ പുതിയ കടകൾ വരുന്നു. ഇവർക്ക് എങ്ങനെയാണ് അതിജീവിക്കുവാൻ കഴിയുക? എവിടെ നിന്നാണ് ഇവർക്ക് വരുമാനം ലഭിക്കുന്നത്? മിക്ക കടകളും ശീതീകരിച്ച വലിയ സൗകര്യങ്ങളോടുകൂടിയ കടകളാണ്. ഈ കടകളിലൊന്നും ഉപഭോക്താക്കൾ എത്തുന്നില്ല എങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഇവർക്ക് വരുമാനം ലഭിക്കുന്നത്? ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും തത്വമയി ന്യൂസിൻ്റെ പ്രതിനിധികൾ പോയി പലരോടും ആശയവിനിമയം നടത്തി. പൗരന്മാർക്ക്, ജനങ്ങൾക്ക് പൊതുവിലുള്ള പരാതിയാണ്. ഇവരും ഇത്തരം കടകളെ നിരീക്ഷിക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന അവസരങ്ങളിലും തിരിച്ചു വരുമ്പോഴൊക്കെ ഇവരാരും തന്നെ ഈ കടകളിൽ ഉപഭോക്താക്കളെ അധികം കാണുന്നതേയില്ല. ഒന്നോ രണ്ടോ പേർ വന്നാലായി. പലതും അറബിക് പേരുകളുള്ള കടകളാണ്. ഇവർക്ക് എവിടെ നിന്നാണ് വരുമാനം ലഭിക്കുന്നത് എന്നറിയാൻ പൊതുജനത്തിന് താല്പര്യമുണ്ട്. എന്നാൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് പൊതുവായ ഒരു ധാരണയുമില്ല. ഇത്തരം കടകൾ തീർച്ചയായിട്ടും സംശയിക്കപ്പെടേണ്ടതാണ്. ഇത് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാഹചര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന സംശയങ്ങൾ ഉയരുന്നു. സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇത്തരം സംശയങ്ങൾ ഉയരുകയാണ്. കേരളം വലിയ രീതിയിൽ ഭീകരവാദ സാധ്യതകൾ ഉള്ള ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. നിരവധിയായിട്ടുള്ള ആൾക്കാരെ കേരളത്തിനുള്ളിൽ തന്നെ ഈ അടുത്ത സമയത്തായി പിടിച്ചു. ഇവിടെ മൊയ്തീൻകുട്ടി എന്ന PFIയുടെ ആയുധ പരിശീലകനെ അടുത്ത ദിവസങ്ങളിലാണ് പിടിച്ചത്. അതോടൊപ്പം തന്നെ മുഹമ്മദ് ആദിൽ, അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരുപാട് ഇത്തരം ആൾക്കാരെ ഈ അടുത്ത ഇടങ്ങളിലായിട്ട് പിടിക്കുകയോ അവരെ പേരിൽ അന്വേഷണങ്ങൾ നടക്കുകയോ ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് PFIയുടെ നേതൃത്വത്തിൽ ദക്ഷിണ ഭാരതത്തെ വിഭജിക്കുവാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിയ സാഹചര്യത്തിൽ ഇത്തരം ഭീകരവാദ ഭീഷണി നേരിടുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുരൂഹമായ സാഹചര്യങ്ങളിൽ വലിയ കടകൾ, ആഡംബര സൗകര്യങ്ങളോടുകൂടിയ കടകൾ, ഇത്തരം സംശയാസ്പദമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് അങ്ങേയറ്റം സംശയങ്ങൾ ഉയർത്തുകയാണ്. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ടോ? അടുത്ത് വരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവർ കൈകോർത്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതോടൊപ്പം തന്നെ UDFനെ പിന്തുണച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം തന്നെ SDPIയും പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും, ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗിനകത്തും ചേക്കേറിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സംശയത്തിന് ആക്കം കൂടുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ ഭരണത്തിൽ കയറുന്ന ആൾക്കാരെ സ്വാധീനപ്പെടുത്തി അവരോടൊപ്പം നിന്നു കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അവർ പറയുന്ന രീതിയിൽ ഭരണകർത്താക്കൾക്ക് തിരിയേണ്ടി വരും. അത് കേരളത്തിൻ്റെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ മുന്നോട്ട് പോകലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും. അത്തരമൊരു സാഹചര്യത്തെ അതിജീവിക്കേണ്ടതിൻ്റെ ചുമതല സംസ്ഥാനത്തിനുണ്ട്. കൃത്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം രാജ്യത്ത് വലിയ രീതിയിലുള്ള ഭീകരവാദ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരം സംശയാസ്പദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ അന്വേഷണ ഏജൻസികളുടെ കണ്ണുണ്ടായിരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ കേരളം ഏത് രീതിയിലാണ് മാറ്റപ്പെടുന്നത് എന്ന് പറയാൻ പോലും കഴിയില്ല. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ISISൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി കേരളത്തിലേക്ക് ഒരാൾ എത്തുന്നത്. അതോടൊപ്പം തന്നെ ISISൻ്റെ കണ്ണികളായി പ്രവർത്തിക്കുന്ന പലരും ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം അവിടെ സ്ത്രീകളെ വശീകരിച്ച് ഇവിടെ നിന്ന് സിറിയയിലേക്കൊക്കെ കടത്തിയ സാഹചര്യം ഈ കൊച്ചു കേരളത്തിലാണ് ഉണ്ടായത്. അതായത് നിമിഷ ബിന്ദുകുമാറിൽ നിന്ന് നിമിഷ ഫാത്തിമയെപ്പോലുള്ള അങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരെ ഈ രീതിയിൽ വശീകരിച്ച്, ഈ രീതിയിൽ അവരെ പ്രണയക്കുരുക്കിലാക്കിക്കൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക്
കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം വളരെ സ്വതന്ത്രമായി കേരളത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇവർക്കെതിരെ ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിൻ്റെ ഒരു കരിനിഴലുണ്ടായാൽ പോലും വളരെ സമഗ്രവും കൃത്യവുമായ അന്വേഷണം നടത്തി ഇവരുടെ വരുമാന സ്രോതസ്സ് എന്താണ്, ആ വരുമാന സ്രോതസ്സ് എങ്ങനെയുള്ളതാണ് എന്ന് കൃത്യത ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ തന്നെയുണ്ടാകും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.